മുനിസ്വാമി നല്ല കാവല തന്നെ. എന്റെ കുട്ടികളെ ആരെങ്കിലും അഴിച്ചോണ്ട് പോയ താൻ അറിയില്ലല്ലോ. നേരത്തെ രാത്രി പൂരാ തൂങ്ങവേ ഇല്ല ഉസ്താദ്, ഒരേ കൊച്ചുകടി. ലക്ഷ്മിയെ, എന്താടി ഒരു ചാട്ടം? എന്താ നിനക്കുന്നൊരു നാണം? ഇക്കണ്ട നേരം നടന്നിട്ട് ഒരു ഓണക്കപ്പട്ട എടി കിട്ടിയത്. എന്നാ ശേഖരേട്ടൻ നാളെ നല്ല പനമ്പട്ട കൊണ്ടുവന്നേരാടി കേട്ടോ. ആരല്ലേടി? എവിടെ നിന്റെ കുട്ടൻ? എന്താ ചെയ്യാ, ഒരു കുട്ടിയില്ലേന് കൊടുക്കാൻ പോലും ഇത്തിരി പനമ്പട്ടല്ല. ഇനി ഇദ്ദേഹം അത് തിന്നുവോ? പതുക്കെ आस्था से देखे करो. എന്താണ് ചെയ്ത്? മനസ്സെവിടെയാ? മര്യാദ ചെയ്യടി, ചെയ്യേ. രാവിലെ തുടങ്ങിയതാ പാവം. പക്ഷെ വില്ലുള്ളതുകൊണ്ട് നമുക്ക് സുഖ. ഏതു നേരം പാട്ട് കേൾക്കാം അല്ലേടി? അത് വനജയുള്ളണ്ടല്ലേ. മനുഷ്യന്മാരുടെ തലയ്ക്ക് വട്ടുപിടിച്ച എന്താ ചെയ്യാ? നീ തന്നെയല്ലേ വട്ടുപിടിപ്പിച്ചത്? ഏതോ ബാൻഡ് സെറ്റ് നടത്തിയിരുന്നതാ പാവം. കണ്ണ് കാണിച്ച് പാപ്പര കമ്പനിയിലോണ്ട് ചാടിച്ചത് പിന്നെ ആരാ? ശോഭ, വെറുതെ അനാവശ്യം പറയരുത്. റിങ്ങിൽ കളിക്കുമ്പോൾ നമ്മൾ കാഴ്ചക്കാരെ നോക്കി ചിരിക്കും, കൈവീശി കാണിക്കും. അത് അയാളെ നോക്കിയാന്ന് വിചാരിച്ച് ഈ കമ്പനി ഒന്ന് ചേർന്നത് എന്റെ കുറ്റാ. എന്നാലും നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേടി? എനിക്ക് ആരുടെയും സ്നേഹം വേണ്ട. എന്റെ അമ്മ അനിയത്തിമാരും 3 നേരം കഞ്ഞിന്റെ വെള്ളം കുടിക്കണം. നശിക്കാനായിട്ട് അത് പറ്റുന്നില്ല. കളി തുടങ്ങിയ നേരം വൈകില്ലോ റബ്ബേ. ബാബു മോനെ, ബാബു ബാബു, കളി തുടങ്ങണ സമയത്ത് ഇവൻ എവിടെ പോയി കിടക്കുകയാണാവോ? കോമാളിക്ക് കളി കോമാളിത്തരം മാത്രമല്ല, ജീവിതമാ. എത്ര പറഞ്ഞാലും ഇവരുടെ ഒന്നും തലേ കേറൂല. എന്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ എവിടെയാണാവോ? ഓ, ഇതാരാ ഭ്രാന്തന്മാരെ പോലെ എന്റെ കാലയിൽ ചങ്ങലയിട്ട് കെട്ടിയത്? ഓ റബ്ബേ. ബാബു കൊത്തുണ്ട്. കള്ളക്കൊത്തായിരിക്കും. മുഴുത്താണോടാ? എന്റെ എത്ര ഉണ്ട്. ഉച്ചക്ക് വറക്കാനും വെക്കാനും മീൻ വേണമെങ്കിൽ പിള്ളേര് വേണം. കിട്ടിപ്പോയി കിട്ടിപ്പോയി. അയ്യോ അയ്യോ, നിന്റെ അത്ര ഉണ്ടല്ലോ, കൊണ്ടേ വറക്കടാ, അല്ലെങ്കിൽ പാലോർത്ത് വളർത്തടാ. മുതല നിന്റെ അച്ഛൻ. തോന്നല് യാദവനത്. എന്തിനെളിക്കണത്? അയ്യോ, എന്റെ കാല് പോയേ. തന്നെ പണ്ടാറടങ്ങാനായിട്ട്. അയ്യോ എടാ കള്ളക്കുമാര, കളി റിങ്ങില് മതി. തനിക്ക് ഗ്യാസ് ഉള്ള എന്റെ കുറ്റമാണ്. കളിയാക്കിയാലുണ്ടല്ലോ നിന്റെ ഗ്യാസ് കളിയാ എടുക്കും. ഞാനിന്ന് ഇപ്പൊ തന്നെ കൊന്നേനെ മനുഷ്യനെ. ഇത് വെച്ചാണ്ട് ആളറിയണേ. ബുദ്ധിയില്ലാത്ത കളുതാ. അയ്യ കിട്ടിയാ കൊല്ലും ഞാൻ അവനെ. എപ്പോഴും ഒരു കളിയാക്കല്. കോഴി വിട്ടാ സുശീലായിട്ട് തന്നു വിട്ടതാ. അയ്യോ 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 തള്ളേ. ഇപ്പൊ കളഞ്ഞേരാ പട്ടീര മോൻ. ലോകം അവസാനിച്ചു എന്ന് പറഞ്ഞ എത്ര വെപ്രാളം കാട്ടൂല്ല മനുഷ്യൻ. നിങ്ങൾക്കത് പറയാം. ആകെ കിട്ടുന്ന ഒരു മുട്ടയാ. ദിവസം 2 കോഴിയും ഒരു ദിവസം മുട്ടയും 4 ലിറ്റർ പാലും കുടിച്ചോണ്ടിരുന്നവനാ. കണ്ടില്ലേ പാലം? ഓ, പെരുമ്പാൻ പെരം മുണുങ്ങും പോലെ. ഇവനൊക്കെ തീറ്റി പോറ്റണമെങ്കിൽ ഇവിടുത്തെ ആനക്ക് ഇത്ര ചെലവില്ല. ഗുഡ് മോർണിംഗ്. ഇതാരും വില്ലയോ? ഇതെന്താ കെട്ടുമാണ്ടൊക്കെ? ഞാൻ പോവേ എങ്ങട്ട്? എന്റെ നാട്ടിലേക്ക്. എനിക്ക് അവിടെ പള്ളിപ്പെരുന്നാളുടെ സീസണാ. അല്ല, അപ്പൊ ഇവിടെ ആര് വായിക്കും? എനിക്കറിയില്ല. അതെന്താ വില്ലി അങ്ങനെ പറഞ്ഞേ? വില്ലി ഇരിക്കി. എന്താ പ്രശ്നം? എനിക്ക് ജീവിക്കാൻ കാശ് വേണം. കാശ് തരാലോ. എത്ര വേണമെങ്കിലും തരാം. വാ വില്ലി ഇരിക്കി, നമുക്ക് സംസാരിക്കാം. എനിക്കൊന്നും സംസാരിക്കണ്ട. എനിക്ക് നിങ്ങളുടെ കാശും വേണ്ട. ഞാൻ പോവാ. അതെ, അത് ശരിയല്ല.
ബില്ലിക്ക് പോണ നിർബന്ധമാണെങ്കിൽ പോയിക്കോ. പക്ഷെ കാശും കൊണ്ടേ പോകാവൂ. ഞാനേ മുതലാളിയോടൊന്ന് പറഞ്ഞിട്ട് കാശും കൊണ്ട് ഇപ്പൊ വരാം. ബില്ലിരിക്കേ പ്ലീസ്. പോയിക്കളയല്ലേ. സംഗതി പ്രശ്നാണ്. ബില്ലിക്ക് പോണോന്ന് വിടരുത്, പിടിച്ചോണം. അയ്യോ ഞാൻ പിടിക്കില്ല. ഈ പിടിവേലി കൂടിയേ മർമ്മത്തെങ്ങാനും കൊണ്ടാലേ എന്റെ തടി കേടാവും. പിന്നെ എന്തിനാ എന്റെ തടി? മേലി തൊട്ടല കളി വേണ്ട. അതെ, അവനെ വിടാണ്ട് പിടിച്ചാ ഞാനൊരു സമ്മാനം തരാം. 3 കോഴിമുട്ട. എത്ര മുട്ട? 3 മുട്ട. ഏറ്റവും സത്യമല്ലേ? പതുക്കെ. സത്യമല്ലേ? ഞാനാണ് വില്ലിയാണ്, ഗോവിന്ദേട്ടനാണ് സത്യം. പിടിയില്ല ഞാൻ, പിടിക്കും ഞാൻ. അതെ മോനെ, എന്റെ ദേഹത്തു തൊട്ട കുത്തു ഞാൻ. മോനെ കുത്തരുത്. പേന താഴെ വെക്കും മോനെ. അടുക്കരുത്. അയ്യോ അടുക്കില്ല. കുറെ നാളായി 3 മുട്ട കുടിച്ചിട്ട്. സാബ്